കാരുണ്യ എന്ത് ചെയ്യണ, വർക്ക് ചെയ്യണോ? ഞാനിപ്പോ ഒരു ട്യൂഷൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു ട്യൂഷൻ സെന്ററിന്റെ അടുത്ത്. കുട്ടികളൊക്കെ ഉണ്ടോ? ആ, കുട്ടികളുണ്ട്. വീട്ടിലല്ല, ഒരു ട്യൂഷൻ സെന്ററിലാ. ഓക്കെ. ഗൈഡൊക്കെ വാങ്ങിച്ചോ നിങ്ങളെല്ലാരും? എന്താണ് ഗൈഡ് വാങ്ങിച്ചോ? ഗൈഡ് അറിയില്ല. ഗൈഡ് നമ്മള് കൗൺസിലർ ഉണ്ടല്ലോ, അവരെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവര് മറ്റേ ഗൈഡ് സെക്ഷനിലേക്ക് നമ്മളെ വിളിക്കും, അവരിന്ന് വിളിക്കും. ആവശ്യമുള്ളവരെ. ബാങ്ക് ആണോ? അത് ക്വസ്റ്റ്യൻ അത് എങ്ങനെയെന്ന് അറിയില്ല, പറഞ്ഞാൽ മതി. ഗൈഡ് ഉണ്ടെന്ന് പറഞ്ഞത് മോക്ക് ടെസ്റ്റിലൂടെ എല്ലാ ക്വസ്റ്റ്യൻ റെഫർ ചെയ്തിട്ട് വരുന്നേന്ന് പറഞ്ഞത്. അപ്പൊ അതിന് മാത്രം പഠിച്ചാൽ മതി, 100 മാർക്ക് അതിൽ നിന്ന് കിട്ടും എന്ന് പറഞ്ഞ. ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, നമുക്ക് കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്താൽ മതി എന്നാ പറഞ്ഞത്. ഞാൻ കേട്ടില്ല, അറിഞ്ഞില്ല. പിള്ളേര് ക്ലാസ്സിൽ എടുത്ത മിസ്സിനെ വിളിച്ചിട്ട് പറഞ്ഞാൽ മതി, അവര് ഗൈഡ് സെക്ഷനിലേക്ക് നമ്മുടെ നമ്പർ പാസ് ചെയ്യും. 550. പോസ്റ്റൽ ഫീസ് കൂട്ടിയിട്ട് 550. സ്പീഡ് പോസ്റ്റ് ആണെങ്കിൽ 560. 10 രൂപ കൂടുതൽ. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഗുഡ് ആഫ്റ്റർനൂൺ. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? വരവണ്ണം കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ട്. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിലെ ഡെഫിനേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറഞ്ഞാണ് നിർത്തിയത്. എല്ലാവരും വായിച്ചെന്നൊക്കെ വിശ്വസിക്കുന്നു കേട്ടോ. ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്വാളിറ്റീസ് ഓഫ് എ പേഴ്സണൽ മാനേജർ. പേഴ്സണൽ മാനേജർ ഉണ്ടല്ലോ, HRM-ൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ PM-ൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽ മാനേജേഴ്സ് ഉണ്ടാകും. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് കേട്ടോ. ചാപ്റ്ററിന്റെ എത്രയാണ് ചാപ്റ്റർ എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ കിടക്കുന്ന എത്രയാണെന്നൊന്ന് കമന്റ് ചെയ്യുക. 36 ആണ്. 36 ആണ് കേട്ടോ ചാപ്റ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വാളിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പേഴ്സണൽ മാനേജറുടെ ക്വാളിറ്റിയാണ് പറയാനായിട്ട് പോകുന്നത്. ഒന്നും കേൾക്കുന്നില്ലേ? കേൾക്കാൻ പറ്റുന്നില്ലേ? ഉണ്ട്. ഓക്കെ. നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഫസ്റ്റ് വൺ, personal manager must be a specialist in organization theory and likely to be an effective advisor to a top management in organizational matters, as well as being able to organize his own department. പേഴ്സണൽ മാനേജർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിന്റെ, അല്ലെങ്കിൽ നമ്മളിപ്പോ പഠിക്കുന്നത് ഹോസ്പിറ്റൽ ആണല്ലോ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ തിയറിയെ കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ ഒരു തിയറി, അതായത് ഒരു സിദ്ധാന്തം ഉണ്ടാവുമല്ലോ, അതായത് ഇന്ന എയിം അല്ലെങ്കിൽ ഇന്ന പോളിസി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെയാണ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ അതില് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം, അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. അതായത് ഹോസ്പിറ്റലിലെ തിയറിയെ കുറിച്ച് അവെയർ ഉള്ള ഒരാളായിരിക്കണം പേഴ്സണൽ മാനേജർ. കറക്റ്റ് ആയിട്ട് അക്കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തി കൂടി ആയിരിക്കണം. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ കാര്യങ്ങളിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അഡ്വൈസർ ആയിട്ട് കൂടി പ്രവർത്തിക്കണം. അതായത് ഓർഗനൈസേഷന് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കണം പേഴ്സണൽ മാനേജർ. അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഓർഗനൈസ് ചെയ്യുന്ന വ്യക്തി കൂടിയായിരിക്കണം. അപ്പോ ആ ഒരു പോയിന്റിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട്. ഒന്നാമത്തേന്ന് പറഞ്ഞാല് ഓർഗനൈസേഷന്റെ തിയറിയിൽ ആ തിയറി അറിഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ അതിൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. രണ്ടാമത്തേത് ഓർഗനൈസേഷന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപദേശങ്ങൾ കൊടുക്കുന്ന വ്യക്തിയായിരിക്കണം. മൂന്നാമത്തേത് എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും ഓർഗനൈസ് ചെയ്യുന്ന ആളുകൂടി ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതാണ് കേട്ടോ അവിടെ വരുന്നത്. സെക്കൻഡ് പോയിന്റ്, he should be real expertise in personal administration, knowledge of relevant laws, procedures and techniques. പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനിൽ അറിവുള്ള വ്യക്തിയായിരിക്കണം.
പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ, അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ പ്രവർത്തനങ്ങളും, ആ ഭരണകൂടം എങ്ങനെയാണ് അല്ലെങ്കിൽ അവിടുത്തെ നിയമങ്ങൾ എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് ബോധവാനായിട്ടുള്ള ഒരാളായിരിക്കണം. അത് പ്രവർത്തിപ്പിക്കാൻ അല്ലെങ്കിൽ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഒരു ഹോസ്പിറ്റലിന്റെ HR ഡിപ്പാർട്ട്മെന്റിനെ അപേക്ഷിച്ചിട്ട് അവിടെയുള്ള പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ആ ഹോസ്പിറ്റലിന്റെ പല പല നിയമങ്ങള്, നടപടിക്രമങ്ങള്, പിന്നെ ടെക്നിക്സുകൾ, സാങ്കേതിക വിദ്യകള്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അറിവുള്ള വ്യക്തി കൂടിയായിരിക്കണം ആര്? പേഴ്സണൽ മാനേജർ കേട്ടോ. എന്തൊക്കെയാണ്? പേഴ്സണൽ അഡ്മിനിസ്ട്രേഷനില് അറിവുള്ള ഒരു വ്യക്തിയായിരിക്കണം. പിന്നെ ആ ഹോസ്പിറ്റലിന്റെ ലോസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, ടെക്നിക്സുകൾ ഉണ്ടാകും. ഇതിൽ കൂടുതൽ അറിവുള്ള വ്യക്തി കൂടിയായിരിക്കണം. ദെൻ മൂന്നാമത്തെ പോയിന്റ്, he should have an ample knowledge of behavior science. രണ്ട് പോയിന്റ് ക്ലിയർ ആയോ? രണ്ട് പോയിന്റ് പറഞ്ഞത് ഓക്കെ ആണോ? Then മൂന്നാമത്തേത്, he should have an ample knowledge of behavioral sciences. Behavioral sciences എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പെരുമാറ്റ ശാസ്ത്രം എന്നാണ് അതിന്റെ പ്രോപ്പർ മീനിങ് വരിക. അതായത് മറ്റാളുകളെ കുറിച്ച് പഠിക്കാനും അവരുടെ സ്വഭാവ രീതികളെ കുറിച്ച് അറിയാനും അവരെ എന്താ പറയാ ഒന്ന് വിലയിരുത്താനും ഉള്ളൊരു കഴിവുണ്ടായിരിക്കണം. നമുക്കറിയാം ഹോസ്പിറ്റലാകുമ്പോൾ ധാരാളം സ്റ്റാഫുകളുടെ വർക്കിംഗ് ആണ്. അവരെ കുറിച്ച് മൊത്തം അറിയണം, എല്ലാവരും അറിയാനും നമുക്ക് പറ്റിയെന്ന് വരില്ല. പക്ഷെ അവരെങ്ങനെയാണ് ജോലി ചെയ്യുന്നത്, അവരുടെ ജോലി ചെയ്യുന്ന രീതി എങ്ങനെയാണ്, അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോ അത്തരത്തിൽ മറ്റുള്ളവരെ കുറിച്ച് പഠിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് കഴിവുള്ള ആള് കൂടി ആയിരിക്കണം പേഴ്സണൽ മാനേജർ. നാലാമത്തെ പോയിന്റ്, he must have an acute sense of social justice and be fully appreciative of the rights and interest of the men and women at work as well as of the economic necessities of management. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ച് ഒരു സെൻസ് ഉള്ള ആളായിരിക്കണം. സാമൂഹ്യ നീതി, ഇവിടെ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് എല്ലാവർക്കും നമുക്കറിയാം. ഒരു ജോലി സ്ഥലത്താകുമ്പോൾ എല്ലാ ജീവനക്കാർക്കും എല്ലാ എംപ്ലോയീസിനും തുല്യമായിട്ടുള്ള കൺസിഡറേഷൻ ആണ് കൊടുക്കുന്നത്. ആർക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല അല്ലെ. 100 പേര് ജോലി എടുക്കുന്നെങ്കിൽ 100 പേരെയും ആ സ്ഥാപനം കാണുന്നത് ഒരുപോലെയാണ്. ആർക്കും പ്രയോറിറ്റി കൂടുതലോ കുറവോ ഒന്നും കൊടുക്കുന്നില്ല. അപ്പൊ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് കണക്റ്റഡ് ആണ്. കാരണം എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ജോലി സ്ഥലത്ത് സ്ത്രീകളും ഉണ്ടാവും പുരുഷന്മാരും ഉണ്ടാവും അല്ലെ, മെൻ ആൻഡ് ഫീമെയിൽസ് ഉണ്ടാവും. അപ്പൊ അവര് രണ്ടുപേരും ചെയ്യുന്ന ജോലികളിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ആ ഒരു ജോലിയിൽ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ, അവർക്ക് അവരുടേതായിട്ടുള്ള റൈറ്റ്സ് അവിടെ അവൈലബിൾ ആണോ, അവകാശങ്ങൾ ജോലി സ്ഥലത്ത് അവർക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് നല്ല ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം. എല്ലാം കൊണ്ടും നമുക്ക് വർക്ക് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, അതായത് എല്ലാവരെയും പോലെ തന്നെ സ്ത്രീകളെയും എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം അല്ലെ. വിവേചന ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. ഞാൻ മെന്നാണ് അല്ലെങ്കിൽ അവള് ഫീമെയിൽ ആണെന്നുള്ള ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല. ജോലി സ്ഥലത്ത് എല്ലാ ആളുകൾക്കും ഒരേപോലുള്ള പരിഗണന, അതുപോലെ തന്നെ എല്ലാ ആളുകൾക്കും അവകാശങ്ങള്, ജോലി ചെയ്യുന്ന ആളുകൾക്ക് റൈറ്റ്സ്, അതുപോലെ തന്നെ നല്ലൊരു വർക്കിംഗ് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായില്ലേ? സോഷ്യൽ ജസ്റ്റിസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? ഇക്വാളിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, he should be capable of creative thinking. ക്രിയേറ്റീവ് തിങ്ക് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ക്രിയേറ്റീവ് ആയിട്ട് തിങ്ക് ചെയ്യാനും അത് പ്രവർത്തിപ്പിക്കാനുള്ള ടാലന്റ് ഉള്ള വ്യക്തിയായിരിക്കണം പേഴ്സണൽ മാനേജർ. അതായത് ഒരു ഓർഗനൈസേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിന്റെ ഇടയിൽ പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, പുതിയ പുതിയ ടെക്നിക്സ് അവതരിപ്പിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിച്ചു പുതിയ പുതിയ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക, അതൊക്കെ ആരുടെ ജോലിയായിട്ട് വരികയാണ്? അതൊക്കെ പേഴ്സണൽ മാനേജറാണ്. അപ്പോ ക്രിയേറ്റീവ് തിങ്കിങ്ങില് കപ്പാസിറ്റി അല്ലെങ്കിൽ ടാലന്റ് ഉള്ള വ്യക്തിയായിരിക്കണം പേഴ്സണൽ മാനേജർ. നെക്സ്റ്റ് വൺ, he should have knowledge in problem solving techniques. അതുപോലെ തന്നെ ഇപ്പൊ ജീവനക്കാർക്കിടയിലൊക്കെ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് സോൾവ് ചെയ്യാനുള്ള തന്ത്രങ്ങൾ അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരിക്കണം. ആളുകൾക്കിടയിൽ വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പല തർക്കങ്ങളൊക്കെ ഉണ്ടാവില്ലേ, പല പ്രശ്നങ്ങൾ ഉണ്ടാവും.
അപ്പൊ അത് സോൾവ് ചെയ്യാൻ ഉള്ള ടെക്നിക്സ് അറിയാവുന്ന ഒരാളാകണം ആര്? പേഴ്സണൽ മാനേജർ. നെക്സ്റ്റ്, he should be capable of leadership. ലീഡർഷിപ്പ് പൊസിഷൻ വഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. എല്ലാവരെയും ലീഡ് ചെയ്യാൻ കഴിവുള്ള ഒരാൾ കൂടി ആയിരിക്കണം പേഴ്സണൽ മാനേജർ. കേട്ടോ, എല്ലാവരെയും എന്ത് ചെയ്യണം? നയിക്കാനായിട്ട് പറ്റണം. He should be of a friendly, tactful and approachable nature. അതുപോലെ തന്നെ എല്ലാവരോടും ഫ്രണ്ട്ലി ആയിരിക്കണം, എല്ലാവരോടും നല്ല വിനയത്തോടു കൂടി പെരുമാറണം, മര്യാദയോടുകൂടി പെരുമാറണം. അങ്ങനെയുള്ള ഒരു നേച്ചർ ആയിരിക്കണം പേഴ്സണൽ മാനേജ്മെന്റ്. ഓക്കെ, then he should have initiative and decision making ability. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതായത് തീരുമാനങ്ങൾ എടുക്കണം. ചില സാഹചര്യങ്ങളിൽ ചില എംപ്ലോയീസിന്റെ ഒക്കെ കേസ് വരുമ്പോൾ പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് തന്നെ നമുക്ക് ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം വരാം. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക? ഡിസിഷൻ എടുക്കുക. അത് എന്താ പറയാ, എല്ലാവർക്കും ഫേവറബിൾ ആകുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഡിസിഷൻസ് എടുക്കേണ്ടത്. ഓക്കെ, next, he should be able to generate a trust among his colleagues. അതുപോലെ തന്നെ സഹപ്രവർത്തകരോട് വിശ്വാസമുള്ളവരായിരിക്കുക. എല്ലാവരും അതായത് വിശ്വാസം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ജോലിക്കാർക്കിടയിൽ ഇയാളോട് ഒരു മതിപ്പ് തോന്നണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം വേണം, അല്ലെ? ട്രസ്റ്റ് വേണം. ഒരു സ്ഥാപനത്തിനെ അപേക്ഷിച്ച് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്, അല്ലെ? ട്രസ്റ്റ് ആണ്. അപ്പോ അത് ഉണ്ടായിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. പേഴ്സണൽ മാനേജറുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് വരുന്നതാണ്. Then he should be ready to cooperate with the subordinates in times of difficulty. ഇനി ചില ബുദ്ധിമുട്ടുള്ള സമയങ്ങളില് കീഴുദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ തയ്യാറാവണം. അപ്പോ ചില ക്രൈസിസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താ പറയാ, ചില പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലപ്പോൾ പേഴ്സണൽ മാനേജർക്ക് തന്റെ അണ്ടറിൽ നിൽക്കുന്ന ആളുകളോട് എന്ത് ചെയ്യേണ്ടി വരും? കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോ അതിന് തയ്യാറാകുന്ന ചില ആളുകൾക്കൊക്കെ ഇൻഫീരിയറിറ്റി കോംപ്ലക്സ്, അല്ലെങ്കിൽ എന്താ പറയാ, ഞാനാണ് വലുത് എന്നുള്ള ഭാവത്തിൽ എന്ത് ചെയ്യില്ല, അറിയാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ മറ്റുള്ളവരോട്, ചിലപ്പോൾ കീഴുദ്യോഗസ്ഥരായിരിക്കണം, അതായത് അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം, അവരോട് ചിലപ്പോൾ ചോദിക്കണം എന്നില്ല. എന്തെങ്കിലും അറിയാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്നില്ല, കാരണം നാണക്കേട് വിചാരിച്ച് ചോദിക്കില്ല. പക്ഷെ അങ്ങനെ ആവരുത്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് അത് തന്റെ താഴെ നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പരിഹരിക്കാനായിട്ട് പറ്റുമെങ്കിൽ അവരുമായിട്ട് എന്ത് ചെയ്യണം? കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഒരു പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, നെക്സ്റ്റ്, he should be prompt enough to give them the feedback in their handling of personal matters whenever necessary in the interest of functioning of the organization and establish the personal policies of the organization. അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രവർത്തനത്തിനും ഓർഗനൈസേഷന്റെ സ്ഥാപിത പോളിസിയിലും ആവശ്യമായി വരുമ്പോൾ ഫീഡ്ബാക്കുകൾ റിസീവ് ചെയ്യണം. അതായത് ഒരു ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് അവരുടെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്, അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യാം? എംപ്ലോയീസിൽ നിന്ന് ഫീഡ്ബാക്ക് റിസീവ് ചെയ്യാം. അങ്ങനെ റിസീവ് ചെയ്യുന്നത് ആരാണ്? പേഴ്സണൽ മാനേജർ. ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യേണ്ടത് പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടി ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഇത്രയുമാണ് പേഴ്സണൽ മാനേജറുടെ ക്യാരക്ടറിസ്റ്റിക്സ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ എന്താണ്? ഓർഗനൈസേഷൻ തിയറിൽ സ്പെഷ്യലിസ്റ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഉപദേശകനായിട്ട് പ്രവർത്തിക്കണം. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള നോളജ് ഉണ്ടായിരിക്കണം. അവിടുത്തെ ലോസും പ്രൊസീജിയേഴ്സും അതുപോലെ ടെക്നിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് അറിവുള്ള വ്യക്തിയായിരിക്കണം. പിന്നെ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ളവരെ പഠിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ് പ്രൊവൈഡ് ചെയ്യണം. എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം. എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അവരുടേതായിട്ടുള്ള റൈറ്റ്സും അവരുടേതായിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റും പ്രൊവൈഡ് ചെയ്യണം. ക്രിയേറ്റീവ് തിങ്കിങ് ഉള്ള വ്യക്തിയായിരിക്കണം. പ്രോബ്ലം സോൾവിംഗ് ടെക്നിക്സ് അറിയാവുന്ന വ്യക്തിയായിരിക്കണം. ലീഡർഷിപ്പിൽ കഴിവുള്ള ആളായിരിക്കണം. അതുപോലെ തന്നെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നേച്ചർ ആയിരിക്കണം. ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ട്രസ്റ്റ്, അതായത് ജീവനക്കാർക്കിടയിൽ വിശ്വാസമുള്ള ഒരാളായിരിക്കണം. ദെൻ ആവശ്യമെങ്കിൽ
കീഴുദ്യോഗസ്ഥരുമായിട്ട് പ്രവർത്തിച്ചു പോകാൻ എബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓർഗനൈസേഷന് വേണ്ടി അതിന്റെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാരിൽ നിന്ന് ഫീഡ്ബാക്ക് റിസീവ് ചെയ്യുന്ന ആള് കൂടി ആയിരിക്കണം പേഴ്സണൽ മാനേജർ. ഓക്കെ ഓക്കെ അല്ലേ? ഈ പറയണ്ടല്ലോ. ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട് അവിടെ. അതൊന്ന് 2 മിനിറ്റ് നിങ്ങളൊന്ന് റീഡ് ചെയ്യുക കേട്ടോ. 2 മിനിറ്റ് ഒന്ന് റീഡ് ചെയ്യുക. പേഴ്സണൽ മാനേജറുടെ റോളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് റീഡ് ചെയ്യുക. പേഴ്സണൽ മാനേജർ റോൾ എന്താണെന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നോക്കി നിങ്ങള് എന്നിട്ട് പേഴ്സണൽ റോള് പറഞ്ഞിട്ടുണ്ട്, വെൽഫെയർ റോള് പറഞ്ഞിട്ടുണ്ട്, ക്ലറിക്കൽ റോള് പറഞ്ഞിട്ടുണ്ട്, ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോള് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പലതരത്തിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ റോളുകളെ പലതായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ പേഴ്സണൽ റോളാണ്. പേഴ്സണൽ റോളാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കേട്ടോ. പേഴ്സണൽ റോളില് എ എന്താണെന്ന് നോക്കാം. അഡ്വൈസറി, അഡ്വൈസിംഗ് മാനേജ്മെന്റ് ഓൺ എഫക്റ്റീവ് യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അതായത് ഒരു സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന അഡ്വൈസ് നൽകുന്നു. ഒരു അഡ്വൈസ് നൽകുന്നു അല്ലെങ്കിൽ ഒരു ഉപദേശകനായിട്ട് പ്രവർത്തിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ ധാരാളം ജീവനക്കാരുണ്ടാവും അല്ലെ. അവരെങ്ങനെ വിനിയോഗിക്കണം, ഏതൊക്കെ ജോബിന് അവർ അസ്യൂം ചെയ്യണം എന്നതിന് ഉപദേശകനായിട്ട് ഇരിക്കുന്നത് പേഴ്സണൽ മാനേജറാണ്. അതാണ് ഫസ്റ്റ് കേട്ടോ. അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കും. ദെൻ ബിയിൽ പറയുന്നത് മാൻ പവർ പ്ലാനിങ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ എക്സെട്ര. മാൻ പവർ പ്ലാനിങ് അതായത് ആളുകളെ സെലക്ട് ചെയ്യുക. എത്ര ആളുകളെയാണ് സെലക്ട് ചെയ്യേണ്ടത്, ഏത് തരം ആളുകളെയാണ് സെലക്ട് ചെയ്യേണ്ടത്, റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങള് അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിലാണ് വരുന്നത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ. ലൈൻമെൻ എന്ന് പറയുന്നത് ഓൾ ലെവൽ സ്റ്റാഫിനെയാണ് കേട്ടോ. ഓൾ ലെവൽ സ്റ്റാഫ്, എല്ലാത്തരം സ്റ്റാഫുകളെയും, അതായത് ഒരു സ്ഥാപനത്തിലെ എല്ലാ സ്റ്റാഫുകളെയും ചേർത്ത് പറയുന്നതാണ് ലൈൻമെൻ എന്ന് കേട്ടോ. അപ്പോ എല്ലാ സ്റ്റാഫുകളുടെയും ട്രെയിനിങ്ങും അവരുടെ ഡെവലപ്മെന്റും അദ്ദേഹത്തിന്റെ പേഴ്സണൽ റോളിലാണ് വരുന്നത്. ഓക്കെ, പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളിലാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ വരുന്നത്. Then last one, measurement of assessment of individual and group behavior. അതായത് ഒന്നും കൂടി പറയണം. പറയാം. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാത്തരം ആളുകളെയുമാണ് ലൈൻമെൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾ ലെവൽ സ്റ്റാഫ്. ഓക്കെ, ദാറ്റ് ഈസ് ലൈൻമെൻ. അപ്പോ അവിടെയുള്ള, അതായത് ഈ സ്റ്റാഫുകളുടെയൊക്കെ ട്രെയിനിങ്, അവർക്ക് പരിശീലനം കൊടുക്കുക, അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളാണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് നോക്കാം. മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. അടുത്തത് വരുന്നത് എന്താണ്? അതായത് എല്ലാത്തരം, അതായത് ജീവനക്കാരുണ്ടല്ലോ, എംപ്ലോയീസ് ഉണ്ടല്ലോ, അവരെ അളക്കുക. അവരുടെ കപ്പാസിറ്റി എന്താണെന്ന് അറിയാം, അവരുടെ ടാലന്റ് എന്താണെന്ന് അറിയാം. അവരെ അളക്കുന്ന, അവരെ മെഷർ ചെയ്യുന്നതാണെന്ത്? മെഷർമെന്റ് ഓഫ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ബിഹേവിയർ. ഒരു സ്ഥാപനത്തിലെ ഇൻഡിവിജ്വൽ ആയിട്ട് ജോലി ചെയ്യുന്നവരുണ്ടാവും, ഗ്രൂപ്പ് ബേസിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും. ഇവരെ മൊത്തത്തിൽ പഠിക്കുക. അവര് ഏത് പൊസിഷനാണ് അവരെ കൂടുതൽ ഇരുത്തേണ്ടത്, അവരുടെ ടാലന്റ് എങ്ങനെയാണ്, അവരുടെ സ്കിൽ എങ്ങനെയാണ് വരുന്നത്, എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അളക്കുന്നത് പേഴ്സണൽ മാനേജറുടെ പേഴ്സണൽ റോളില് വരുന്നതാണ്. ഓക്കെ,
അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ഒരു അഡ്വൈസറി ആയിട്ട് പ്രവർത്തിക്കുക. ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെയാണ് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരെ എങ്ങനെ വിനിയോഗിക്കണം എന്നതിനുള്ള ഒരു ഉപദേശകനായിട്ട് പ്രവർത്തിക്കുക. രണ്ടാമത്തേത് മാൻ പവർ പ്ലാനിങ് ചെയ്യുക, റിക്രൂട്ട് ചെയ്യുക, സെലക്ട് ചെയ്യുക. മൂന്നാമത്തേത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലൈൻമെൻ, അതായത് ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ ട്രെയിനിങ്ങും അവരുടെ ഡെവലപ്മെന്റും. ദെൻ അതുപോലെ തന്നെ അസസ്മെന്റ്, അതായത് ഓരോ ജീവനക്കാരെയും മെഷർ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? പേഴ്സണൽ റോള് ക്ലിയർ ആണോ? ഇനി രണ്ടാമത്തേത് വെൽഫെയർ റോളാണ്. വെൽഫെയർ റോൾ എന്ന് പറഞ്ഞാല് ക്ഷേമാന്വേഷണം അല്ലെ, ക്ഷേമമാണ് വെൽഫെയർ എന്ന് പറഞ്ഞാല്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ റോളുകളാണ് അവർ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ്. അതായത് എന്താണ് ഇവിടെ പറയാം, റിസർച്ച് ഇൻ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാല് ആ ഒരു സ്ഥാപനത്തിന് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വ്യക്തികൾക്ക്, സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് റിസർച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുക. അത് അവരുടെ വെൽഫെയർ റോളിൽ വരുന്നതാണ്. ഒരു സ്ഥാപനത്തിനെ അപേക്ഷിച്ചും അവിടെ ജോലി എടുക്കുന്ന ജീവനക്കാരെ അപേക്ഷിക്കും അവർക്ക് ചില പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതിനെ റിസർച്ച് ചെയ്ത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് പേഴ്സണൽ മാനേജറുടെ ഡ്യൂട്ടിയാണ്. രണ്ടാമത്തത് ബി പറയുന്നത് മാനേജിങ് സർവീസസ്, ക്യാൻറ്റീൻസ്, ക്രച്ചസ് എക്സെട്ര. എന്തൊക്കെയാണ് മാനേജിങ് സർവീസസ് എന്ന് പറഞ്ഞാൽ? അത് ക്യാൻറ്റീനുകളാവാം, ക്രച്ചസ് ആകാം. ഓക്കെ, അതായത് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, ഹോസ്പിറ്റൽ ക്യാൻറ്റീന്റെ മാനേജ്മെന്റ്. ക്രച്ചസ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്കറിയാം, അതായത് ജോലി സ്ഥലത്തേക്ക് ധാരാളം കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നുണ്ട് അല്ലെ അമ്മമാര്, അതായത് വീട്ടിൽ നിർത്താനായിട്ട് സാഹചര്യത്തിലായി കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ ജോലിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഹോസ്പിറ്റലിൽ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ലൈക്ക് ഡേ കെയർ ഒക്കെ പോലെ തന്നെ കുട്ടികളെ നോക്കാനും, ഡേ കെയർ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല, കുട്ടികളെ നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഒട്ടുമിക്ക സ്ഥാപനങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോ അതിനെയാണ് നമ്മൾ ക്രച്ചസ് എന്ന് പറയുന്നത് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവീസുകള്. സി വരുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എക്സെട്ര. ഗ്രൂപ്പ് ഡൈനാമിക്സിൽ അതായത് തൊഴിലാളികൾക്ക് മൊത്തമായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുക, അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക, അവർക്ക് ലീഡർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുക, കമ്മ്യൂണിക്കേഷനുള്ള അവസരങ്ങൾ കൊടുക്കുക. ഇതൊക്കെ കൊടുക്കുക എന്നുള്ളത് വെൽഫെയർ റോളിലാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെയാണ് ഗ്രൂപ്പ് കൗൺസിലിംഗ്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ. ക്ലിയർ ആണോ? വെൽഫെയർ റോൾ ഓക്കെ ആണോ? ക്ലറിക്കൽ റോളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ടൈം കീപ്പിംഗ് ആണ്, അതായത് എംപ്ലോയീസിന് എത്ര സമയമാണ് വർക്ക് ചെയ്യേണ്ടത്, അവരുടെ ഷിഫ്റ്റ്, അവരുടെ വർക്കിംഗ് അവർ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്ലറിക്കൽ റോളിൽ വരുന്നതാണ്. പേഴ്സണൽ മാനേജർ ആണ് അത് നിശ്ചയിക്കുന്നത്. സാലറി ആൻഡ് വേജ്, അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസെന്റീവ്സ്, അതുപോലെ തന്നെ അവരുടെ ശമ്പളം എത്രയാണ്, പിന്നെ അവരുടെ വേജ് പേയ്മെന്റ് വരുന്നത് എങ്ങനെയാണ്, പിന്നെ അവർക്ക് ഇൻസെന്റീവ് ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളാണ്. ടോപ്പ് സെക്കൻഡ്. അപ്പോ എന്താ പറയാ, അതായത് സാലറിയെ കുറിച്ചും അല്ലെങ്കിൽ അവരുടെ ഇൻസെന്റീവ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഒരു അന്വേഷണം അല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനം നടത്തുന്നത് ഇദ്ദേഹമാണ്, പേഴ്സണൽ മാനേജർ ആണ്. അദ്ദേഹത്തിന്റെ ക്ലറിക്കൽ റോളാണ് ഇത് വരുന്നത്. സി വരുന്നത് മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നു എന്നാ പറയുന്നത്. എത്തരത്തിലുള്ള റെക്കോർഡുകളാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അതായത് നമ്മളിപ്പോ ഒരു ജോലിക്കായിട്ട് പോകുമ്പോൾ ചില സ്ഥാപനങ്ങളിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങളിൽ ബോണ്ട് എഴുതി നമ്മളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാം, എഗ്രിമെന്റുകളൊക്കെ എഴുതില്ലേ. ഇതിൻ്റെതായിട്ടുള്ള രേഖകൾ സൂക്ഷിക്കുന്നത് പേഴ്സണൽ മാനേജറാണ്. ആ റെക്കോർഡുകളെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, the last one, human engineering, man machine relationship. അതുപോലെ തന്നെ ഓരോ ചില സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ചില യന്ത്രങ്ങൾ, മെഷീൻസ് പ്രവർത്തിപ്പിക്കേണ്ട ജോലിയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ അത് അസ്യൂം ചെയ്ത് കൊടുക്കുക, ഏതൊക്കെ വ്യക്തികളാണ്, ഏതൊക്കെ മെഷീൻസ് ആണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്ത് കൊടുക്കുന്നത് ഇദ്ദേഹമാണ്, പേഴ്സണൽ മാനേജറാണ്.
ഓക്കെ. ദെൻ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോള് കേട്ടോ. ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോൾ എന്ന് പറയുന്നത് എല്ലാത്തരം കാര്യങ്ങളും, അതായത് എംപ്ലോയീസിനെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്തൊക്കെയാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്ത് നേടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ഫയർ ഫൈറ്റിംഗ് റോൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ, പേഴ്സണൽ മാനേജർ. അതായത് ആദ്യം വരുന്നത് ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ് ആണ്, അതായത് പ്രശ്ന പരിഹാരം. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിൽ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ എംപ്ലോയീസും മാനേജ്മെന്റും തമ്മിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പൊ അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്, ആ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? ഈ ഒരു പേഴ്സണൽ മാനേജർ ആണ്. ഓക്കെ. ദെൻ ബി വരുന്നത് സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ പരിഹരിക്കുന്നു. പല തർക്കങ്ങളും ഉണ്ടാവും അല്ലെ, അതായത് പല പല തർക്കങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ ജോലിക്കാർക്കിടയിൽ ഉണ്ടാവും, വഴക്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ പരിഹരിക്കുന്നത് പേഴ്സണൽ മാനേജറുടെ ഫയർ ഫൈറ്റിംഗ് ലീഗൽ റോളാണ്. ഓക്കെ. ദെൻ ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അതായത് എന്തെങ്കിലും വഴക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാല് ചില വ്യക്തികൾക്ക് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കാം. പണിഷ്മെന്റ് മുതലായ കാര്യങ്ങൾ അതൊക്കെ ടേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്നത് ആരാണ്? പേഴ്സണൽ മാനേജറാണ്. ഓക്കെ. കളക്റ്റീവ് ബാർഗെയിനിങ്. കളക്റ്റീവ് ബാർഗെയിനിങ് എന്ന് പറയുന്നത് എംപ്ലോയീസിന് വേണ്ടിയിട്ട് ശബ്ദമുയർത്താൻ. ഇപ്പൊ എംപ്ലോയീസിന് വേജസ് കൂട്ടി കിട്ടണമെങ്കിൽ, സാലറി കൂട്ടി കിട്ടണമെങ്കിൽ, അവർക്ക് അതർ ബെനിഫിറ്റ്സ്, ഇൻസെന്റീവ് പോലുള്ള കാര്യങ്ങൾ കിട്ടണമെങ്കിൽ, അവരുടെ വർക്കിംഗ് അവർ ചുരുക്കണമെങ്കിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ബാർഗെയിൻ ചെയ്യുന്നത് പേഴ്സണൽ മാനേജറാണ്. ഓക്കെ, ക്ലിയർ ആണോ? എളുപ്പമല്ലേ ടേബിള്? ഈ മേജർ പേഴ്സണൽ മാനേജബിൾ പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ആ പേഴ്സണൽ പോളിസിക്ക് മുമ്പ് വരെ ഉള്ളതൊന്ന് വായിച്ചു നോക്കുക. സി ഒരിക്കൽ കൂടി പറയണോ? ഓക്കെ. ഫയർ ഫൈറ്റിംഗ് റോൾ എന്ന് പറഞ്ഞാലേ സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാർക്കും വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഫയർ ഫൈറ്റിംഗ് റോൾ. എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് വെച്ച് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു, ഗ്രീവൻസസ് ഹാൻഡ്ലിംഗ്, സെറ്റിൽമെന്റ് ഓഫ് ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ പരിഹരിക്കുന്നു, ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അതിനനുസരിച്ച് ചെയ്തവർക്കെതിരെ ആക്ഷൻ എടുക്കുന്നു, പണിഷ്മെന്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കളക്റ്റീവ് ബാർഗെയിനിങ്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്യുന്നു, വില പേശുന്നു, അവർക്ക് ഇന്ന വേജസ് വേണം, അല്ലെങ്കിൽ ഇൻസെന്റീവ് വേണം, അല്ലെങ്കിൽ മറ്റു ബെനിഫിറ്റുകൾ വേണം, അവരുടെ ജോലി ഭാരം കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാർഗെയിൻ ചെയ്ത് വാങ്ങിക്കുന്നത് പേഴ്സണൽ മാനേജറാണ്. ഓക്കെ. സിയിൽ ഏതാണ് വേണ്ടത്? സി എന്ന് ചോദിച്ചില്ല ആരോ? ക്ലറിക്കൽ റോൾ ആണോ വേണ്ടത്? മനസ്സിലാവാത്തത്? അടുത്തത് പറഞ്ഞോട്ടെ. ഫയർ ഫൈറ്റിന്റെ സി, ഹാൻഡ്ലിംഗ് ഡിസിപ്ലിനറി ആക്ഷൻസ്, അതായത് വഴക്കുകളൊക്കെ ഉണ്ടാവുമ്പോൾ തെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഉണ്ടാവില്ലേ, അവർക്ക് പണിഷ്മെന്റ് ആക്ഷൻ എടുക്കുന്നു, അല്ലെങ്കിൽ അവരെ പണിഷ് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പേഴ്സണൽ മാനേജറാണ്. ഓക്കെ. ഇനി നമുക്ക് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ആൻ ഓർഗനൈസേഷൻ നോക്കാം. ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് നടക്കുന്നത് നമുക്ക് നോക്കാം. ലീഡർഷിപ്പ് പ്രോസസ് ഇൻവോൾവ്സ് in influencing the individual and group behavior towards the achievement of organizational goals. ഇതെന്താ പറയുന്നേ? ലീഡർഷിപ്പ് പ്രോസസ് എന്നാണ് പറയുന്നത് അല്ലെ. ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാല് ഉദ്ദേശിക്കുന്നത് സംഘടനാ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വ്യക്തിയുടെയും ഗ്രൂപ്പിന്റെയും പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. അതായത്
ഒരു ഓർഗനൈസേഷനിൽ ആകുമ്പോൾ അവർക്ക് പല ലക്ഷ്യങ്ങൾ ഉണ്ടാവും. ആ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ജീവനക്കാരെ എന്താ പറയാ സ്വാധീനിക്കുന്നു എന്നാ പറയാ. അതായത് അവരുടെ ലക്ഷ്യങ്ങൾ, ഒരു ഹോസ്പിറ്റലിന് ചിലപ്പോൾ നല്ല രീതിയിൽ സക്സസ് ആവണം എന്നുള്ളൊരു ലക്ഷ്യമാണ്. എല്ലാവർക്കും അങ്ങനെ തന്നെയാ ഉണ്ടാവുക അല്ലെ? അല്ലെങ്കിൽ ഇന്നൊരു വർഷം ഇത്ര പ്രോഫിറ്റ് വേണം, ഇത്ര ഇൻകം വേണം എന്നുള്ള ഒരു ലക്ഷ്യമായിട്ട് അവർ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവിടെയുള്ള ജീവനക്കാരെ മോൾഡ് ചെയ്തെടുക്കും. അതിനെയാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ജീവനക്കാരെ സ്വാധീനിക്കുന്ന, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. അവരുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? മനസ്സിലായോ? ഓക്കെ, ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കട്ടെ പറയുന്ന കാര്യങ്ങളൊക്കെ. Then justice determination process, equal treatment to all and fair compensation. ജോലി എടുക്കുന്ന എല്ലാ ആളുകൾക്കും തുല്യ പരിഗണന കൊടുക്കുക, ന്യായമായ പ്രതിഫലവും കൊടുക്കുക. അതായത് ഒരു സ്ഥാപനത്തിലെ എല്ലാ വ്യക്തികൾക്കും നമ്മള് എല്ലാവരെയും ഒരുപോലെയാണ് കാണുന്നത് അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞു, ആർക്കും നമ്മൾ പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നില്ല, കുറവ് കൊടുക്കുന്നില്ല. ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു 100 പേരുണ്ടെങ്കിൽ ആ 100 പേർക്ക് നമ്മൾ ഒരേപോലെയാണ് അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അവർക്ക് ഒരേപോലെയുള്ള ശമ്പളമായിരിക്കും കൊടുക്കുക. ചിലപ്പോൾ പൊസിഷൻ വൈസ് ചിലപ്പോൾ മാറാം, റാങ്ക് വൈസ്. അതായത് സീനിയർ ആയിട്ട് നിൽക്കുന്നവർക്ക് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് സാലറി ഉണ്ടാകാം. പക്ഷെ എന്നിരുന്നാലും നമ്മള് ഒരു സെക്ടറിൽ തന്നെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരേപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് അവരുടെ ജോലി അനുസരിച്ച് ന്യായമായിട്ടുള്ള പ്രതിഫലമാണ് ഒരു കമ്പനി കൊടുക്കുക. ഓക്കെ, then task specialization process, consisting individual of the total task into individual jobs. ഒരു സ്ഥാപനത്തിലെ ജോലിയെ, മൊത്തം ജോലിയെ ജീവനക്കാർക്കിടയിൽ വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അതായത് ഓരോ ജോലിക്കാർക്കും ഓരോ ജോലികൾ അസ്യൂം ചെയ്ത് കൊടുക്കുന്നു. ഒരു മൊത്തം ടാസ്കിനെ ഇൻഡിവിജ്വൽ ടാസ്കുകളാക്കി വിഭജിക്കുന്നതാണത് ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സംഘടനാ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ആളുകളെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ ആളുകളെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തുല്യമായിട്ടുള്ള നീതിയാണ്, തുല്യമായിട്ടുള്ള പേയ്മെന്റും ആണ് കൊടുക്കുന്നത്. അതുപോലെ ടാസ്ക് സ്പെഷ്യലൈസേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ മൊത്തം ടാസ്കിനെ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. Staffing process. Staffing process involves manpower planning, developing source of recruitment, assessment of applicants, employment decisions, induction and orientation, transfers, promotion and demotions. അപ്പൊ എന്താണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ഇതിന്റെ മുകളിൽ തന്നെ ഒന്ന് എഴുതി വെക്കുക. മാൻ പവർ പ്ലാനിങ് നമ്മളിപ്പോ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട് അല്ലെ? മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് മാൻ പവർ പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന് കമന്റ് ചെയ്ത് അറിയാവുന്നവരുണ്ടെങ്കിൽ. വാട്ട് ഈസ് മീൻ ബൈ മാൻ പവർ പ്ലാനിങ്? എന്താണ് മാൻ പവർ പ്ലാനിങ്? അറിയാമോ ആർക്കെങ്കിലും? മാൻപവർ പ്ലാനിംഗ് എന്ന് പറഞ്ഞാലേ ദ പ്രോസസ് ഡിറ്റർമൈൻ ഹൗ മെനി പീപ്പിൾ ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ. അതാണ് മാൻപവർ പ്ലാനിങ്. അതായത് അതൊരു പ്രോസസ്സാണ്. നമ്മളിപ്പോ സ്റ്റാഫിംഗ് പ്രോസസ് ആണല്ലോ പറയുന്നത്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ മാൻപവർ പ്ലാൻ എന്ന് പറയുന്നത് ഒരു സ്ഥാപനത്തിലേക്ക് എത്ര സമർപ്പണം അതല്ല ഒരു സ്ഥാപനത്തിലേക്ക് എത്ര ആളുകൾ വേണം, ഹൗ മെനി പീപ്പിൾ, എത്ര ആളുകൾ വേണം, ഏത് ടൈപ്പ് ആളുകൾ വേണം, എങ്ങനെയാണ്, ഏത് ടൈപ്പ്, വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ
നീഡ് കേട്ടോ. ഏത് ടൈപ്പ് ആളുകളാണ് വേണ്ടത് അല്ലെങ്കിൽ എത്ര ആളുകൾ വേണം എന്ന് നിശ്ചയിക്കുന്നതാണ് എന്ത് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ് മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഹൗ മെനി പീപ്പിൾ, എത്ര ആളുകൾ വേണം. രണ്ട് വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ, ഏത് തരം ആളുകളെയാണ് എടുക്കേണ്ടത്. ഓക്കെ, ജോലിക്ക് എടുക്കേണ്ടത്. മനസ്സിലായോ എന്താണ് മാൻ പവർ പ്ലാനിങ് എന്നത്? ക്ലിയർ അല്ലേ? രണ്ടാമത്തത് ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. അതായത് റിക്രൂട്ട്മെന്റിന്റെ സോഴ്സ് എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മൾ ഒരു സ്ഥാപനത്തിൽ പല ആളുകളെയും ജോലിക്ക് എടുക്കില്ലേ? ഇങ്ങനെ ജോലിക്ക് എടുക്കുമ്പോൾ അവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾക്ക് അറിയണ്ടേ? അല്ലെങ്കിൽ അതിനൊരു സോഴ്സ് ഉണ്ടാവില്ലേ? എന്തൊക്കെ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ആളുകളെ ജോലിക്ക് എടുക്കുന്നത്? അറിയാമോ നിങ്ങൾക്ക്? എന്തൊക്കെ സോഴ്സിലൂടെ ആയിരിക്കാം ആളുകൾ ജോലിക്കായിട്ട് വരുന്നത്? ഏതൊക്കെ സോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അവർ ആ ഒരു വാർത്ത അറിഞ്ഞു വരുന്നേ? പല സോഴ്സുകളുണ്ട്. ഒന്നില്ലെങ്കിൽ ഏജൻസി വഴിയാകാൻ വരുന്നത്. ജോലിക്കായിട്ട് വിദേശത്തൊക്കെ പോകുന്നവര് പലവരും ഏജൻസി വഴിയാണല്ലേ പോകുന്നത്. ഏജൻസി വഴി പോകുന്നുണ്ട്. അതുപോലെ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി പോകുന്നുണ്ട്. ജോബ് ഫെയർ നടത്തി പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പല ടൈപ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് ആളുകള് ഇങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി അറിഞ്ഞിട്ട് വരുന്നുണ്ട്. അതിനെയാണ് ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് റിക്രൂട്ട്മെന്റിന് ആവശ്യമുള്ള ഉറവിടം അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന് ആവശ്യമായിട്ട് എവിടെ നിന്നൊക്കെയാണ് ആളുകൾ വരുന്നത് അതിനെയാണ് സോഴ്സ് എന്ന് പറയുന്നത്. ദെൻ അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്. അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് കാൻഡിഡേറ്റ് സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. ഒരു ആപ്ലിക്കന്റ് വരുമ്പോൾ അവരുടെ സ്കില്ലിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് എന്ത് അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് കേട്ടോ. അവരെ മെഷർ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ എംപ്ലോയ്മെന്റ് ഡിസിഷൻസ്. എംപ്ലോയ്മെന്റ് ഡിസിഷൻസ് എന്ന് പറയുന്നത് എന്താണ്? എനി ആക്ഷൻ ടേക്കിംഗ് റിഗാർഡിംഗ് ആൻ എംപ്ലോയി ആണ്. എനി ആക്ഷൻ ടേക്കിംഗ് റിഗാർഡിംഗ് എംപ്ലോയി. അതായത് ഒരു എംപ്ലോയിയുടെ മേലിൽ നമ്മൾ ചുമത്തുന്ന ആക്ഷൻ. ചിലപ്പോ എംപ്ലോയിക്ക് നമ്മൾ പ്രൊമോഷൻ കൊടുക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ടെർമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയാ വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം, ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എംപ്ലോയ്മെന്റ് ഡിസിഷൻസിൽ വരുന്നത് കേട്ടോ. ഓക്കെ, തൊഴിൽപരമായുള്ള തീരുമാനങ്ങൾ, പ്രൊമോഷൻ, അതുപോലെ ടെർമിനേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എംപ്ലോയ്മെന്റ് ഡിസിഷൻസിലാണ്. ദെൻ ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻഡക്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കൊന്ന് എഴുതാം. ഇൻട്രൊഡ്യൂസിങ് ദ കമ്പനി കൾച്ചർ. ഇൻട്രൊഡ്യൂസിങ് ദ കമ്പനീസ് കൾച്ചർ. ഒരു സ്ഥാപനത്തിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാല് ആ സ്ഥാപനത്തിന്റെ കൾച്ചറിനെ കുറിച്ച് നമ്മൾക്ക് അവിടെ പുതിയതായിട്ട് വരുന്ന ജീവനക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിനെയാണ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു സ്ഥാപനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ കൾച്ചറിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ദെൻ ഓറിയന്റേഷൻ. ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവബോധം കൊടുക്കുക. അവബോധം കൊടുക്കുക. അവബോധം എങ്ങനെയാ കൊടുക്കുന്നത്? ഓറിയന്റേഷൻ എങ്ങനെ കൊടുക്കുക? അതായത് അയാൾക്ക് ചെയ്യാനുള്ള ഒരു റോൾ ഉണ്ടാവും അല്ലെ, ഒരു ജീവനക്കാർക്ക് ചെയ്യാനുള്ള ഒരു റോൾ ഉണ്ടാവും. ആ റോളിനെ കുറിച്ച് അവയർനെസ് കൊടുക്കുക. അല്ലെങ്കിൽ ഇന്നതാണ് റോള് അല്ലെങ്കിൽ ഇന്നതാണ് റെസ്പോൺസിബിലിറ്റി എന്ന് ജീവനക്കാരെ പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് അവയർനെസ് അല്ലെങ്കിൽ ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാല് ചേഞ്ച് ജോബ് അസൈൻമെന്റ്. അതായത് ഒരു ജോലി സ്ഥലം മാറ്റുക അല്ലെങ്കിൽ ജോലി മാറ്റി കൊടുക്കുക അല്ലെ. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം ട്രാൻസ്ഫർ വരുന്നത് അല്ലെ. ചിലപ്പോൾ പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ പ്രൊമോഷൻ വിത്ത് ട്രാൻസ്ഫർ ആകാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്ത് വരാറുണ്ട്? ട്രാൻസ്ഫർ വരാറുണ്ട്. ദെൻ പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻസ്. പ്രൊമോഷൻ എന്ന് പറഞ്ഞാല് ഒരാളെ എന്ത് ചെയ്യാം? ഒരു പൊസിഷനിൽ നിന്ന് ഹയർ റാങ്കിലേക്ക് എത്തിക്കുക. അതാണ് പ്രൊമോഷൻ. സാലറി പാക്കേജും കാര്യങ്ങളൊക്കെ അവിടെ കൂടുന്നതായിരിക്കും. ഇനി ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ റാങ്കിൽ ഇരുന്ന ഒരാളെ താഴ്ന്ന റാങ്കിലേക്ക് എത്തിക്കുക. അതായത് നല്ലൊരു ജോലി ചെയ്തിരുന്ന ഒരാളായിരിക്കും, ഇപ്പോ എന്താ പറയാ ക്ലറിക്കൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കും, ചിലപ്പോ അയാളെ സ്വീപ്പർ ആയിട്ട് നിയമിക്കും.
എന്തെങ്കിലും എന്തുകൊണ്ടാണ് അങ്ങനെ നിയമിക്കാൻ കാരണം എന്താണ്? ചിലപ്പോൾ അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാകും, അയാൾ വർക്കിൽ എന്തെങ്കിലും ഒരു കാര്യം അയാൾ ഒപ്പിച്ചിട്ടുണ്ടാവും അല്ലെ, മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള രീതിയിലോ എന്തെങ്കിലും വർക്കുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവാം. അതുകൊണ്ട് അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുത്തിട്ട് അദ്ദേഹത്തിന് ഡിമോഷൻ ചെയ്യും, അതായത് താഴ്ന്ന റാങ്കിലുള്ള ഒരു ജോലി അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിലാണ് വരുന്നത്? സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് അടുത്തത് നോക്കാം. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ് റിലേറ്റഡ് വിത്ത് ദ കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയീസ് വർക്ക് സോ ദാറ്റ് വെൻ നെസസറി പ്രൊമോഷൻ, പേ റൈസസ്, ട്രാൻസ്ഫേഴ്സ്, ട്രെയിനിങ് എക്സെട്ര മേ ബി ഗിവൺ. അതായത് ഇവിടെ പറയുന്നത് ഒരു സ്റ്റാഫിന്റെ നിരന്തരമായിട്ടുള്ള ഒരു ഇവാലുവേഷനിലൂടെ സ്റ്റാഫിന് അല്ലെങ്കിൽ ജീവനക്കാരന് പ്രൊമോഷൻ കൊടുക്കുന്നു. അതായത് ഒരാളൊരു ജോലി ചെയ്യുമ്പോൾ പല ആളുകൾ പലതരത്തിലാണ്, അതായത് എല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും ആ ചെയ്യുന്ന ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, അതാണ് അതിന്റെ പ്രധാന കാരണം. എല്ലാ മനുഷ്യരും ഒരുപോലെയല്ല, അവരുടെ സ്കില്ല് ഡിഫറെന്റ് ആണ്, അവർക്ക് പ്രത്യേകമായിട്ടുള്ള രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? അതായത് ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്നത് പോലെ ആരില്ല മറ്റൊരാൾ പഠിപ്പിക്കുന്നത്, അതിന് വ്യത്യാസം ഉണ്ടാകാം. അപ്പൊ എല്ലാവരും ഒരേ ജോലിയാണ് ചെയ്യുന്നതെങ്കിലും അതിൽ ക്വാളിറ്റിയിലുള്ള കുറവുകൾ ഉണ്ടാകും. അതിനെയാണ് അപ്പൊ അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. ഓരോരുത്തരുടെയും ജോലിയെ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്തിട്ട് ഇവാലുവേഷന് ശേഷം നല്ല രീതിയിൽ ജോലി ചെയ്യുന്നവർക്ക് നമുക്ക് പ്രൊമോഷൻ കൊടുക്കാം അല്ലെ? അവർക്ക് ആ പ്രൊമോഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പേ റൈസസ്, അവരുടെ സാലറി കൂട്ടി കൊടുക്കാം. അവരെ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ? വേണമെങ്കിൽ എന്താ പറയാ, കമ്പനിയുടെ തന്നെ ഹെഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് അല്ലെങ്കിൽ അവരുടെ മറ്റ് ഹെഡ് ബ്രാഞ്ചിലേക്ക് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ബ്രാഞ്ചിലേക്ക് എന്ത് ചെയ്യാം? അവരെ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം. ഒരു കുറച്ചുകൂടി അവരുടെ ജോലി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പല ട്രെയിനിങ്ങുകളും കമ്പനീസ് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാഫുകളെ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് കൊടുക്കുന്നത് കേട്ടോ. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നിങ്ങൾ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ ചെന്ന് കഴിഞ്ഞാല് നല്ല രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാല് എന്ത് കിട്ടും? നിങ്ങളെ അവർ ഇവാലുവേറ്റ് ചെയ്യും അല്ലെ? ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടും, നിങ്ങളുടെ ശമ്പളം കൂട്ടി കിട്ടും, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രാൻസ്ഫർ ലഭിക്കും, ട്രെയിനിങ്ങുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അതാണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. ഓക്കെ. Then training and development process, blend of many sub process which intend to correct the quality of work of the individual. ഇനി ഒരാളുടെ ജോബില്, അതായത് ഒരാളുടെ ജോലിയില് അദ്ദേഹത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ഒരു ഓർഗനൈസേഷൻ ചെയ്യാറുണ്ട്. ചില ഓർഗനൈസേഷൻ മോട്ടിവേറ്റ് ചെയ്യും സ്റ്റാഫുകളെ, ചിലവര് ഫോഴ്സ് ചെയ്യും, ചിലവര് സമാധാനിപ്പിക്കും അല്ലെ? അതായത് ഇപ്പൊ ഒരു 10 സ്റ്റാഫ് ജോലി എടുക്കട്ടെന്ന് വിചാരിക്കാം. 10 സ്റ്റാഫുകളും ഞാൻ പറഞ്ഞു പലതരത്തിലുള്ള ക്വാളിറ്റിയോട് കൂടിയായിരിക്കും ചിലപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ 10 സ്റ്റാഫുകളിൽ വീക്കായിട്ട് വരുന്ന സ്റ്റാഫ് ഉണ്ടാവാം. ആ വീക്കായിട്ട് വരുന്ന സ്റ്റാഫിനെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യാറുണ്ട്? മോട്ടിവേഷൻ കൊടുക്കാറുണ്ട്, സമാധാനിപ്പിക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറില്ലേ? അതിനെയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ് എന്ന് പറയുന്നത് കേട്ടോ. ഗുണനിലവാരം കൂട്ടാൻ വേണ്ടിയിട്ട്, അദ്ദേഹം ആ സ്ഥാപനത്തിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ചെയ്യുന്നുണ്ട്. അതിനെയാണ് ബ്ലെൻഡ് ഓഫ് മെനി സബ് പ്രോസസ് എന്ന് പറയുന്നത്. ധാരാളം കാര്യങ്ങളുടെ ഒരു മിശ്രിതമായിട്ടാണ് ഇത് കൊടുക്കുന്നത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. Then compensation and reward process. Determine the mechanism and form for giving financial and non-financial rewards. ഇനി നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കാറുണ്ട്? ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്സ് കൊടുക്കാറുണ്ട്. ഒന്നുകിൽ പണമായിട്ടുള്ള അംഗീകാരം കൊടുക്കും, അല്ലെങ്കിൽ അവാർഡുകളോ സർട്ടിഫിക്കറ്റുകളോ ആയിട്ട് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അവിടെ നിന്ന് അംഗീകാരം ലഭിക്കും. ചിലപ്പോൾ ക്യാഷ് ആയിട്ടായിരിക്കാം കിട്ടുന്നത്, അല്ലെങ്കിൽ അവാർഡ് ട്രോഫി ആയിട്ടോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യും? അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സമ്മാനമായിട്ടോ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് തരുന്നതാണ്. അതിനെയാണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ് എന്ന് പറയുന്നത്. Then collective bargaining process that decides the relationship between the union and the employer regarding wages, benefits, hours and working condition, etc.
അതായത് ഈ കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് എന്ന് പറയുന്നത് അതൊരു റിലേഷൻഷിപ്പ് ആണ്. യൂണിയനും അതുപോലെ തന്നെ എംപ്ലോയിയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കറിയാം, തൊഴിലാളികൾക്ക് നിശ്ചിത കാര്യങ്ങൾ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവരവരുടെ യൂണിയനെ അറിയിക്കുന്നതാണ്, അല്ലെ? യൂണിയനിൽ എന്ത് ചെയ്യും? കംപ്ലൈന്റ് കൊടുക്കും. ആ യൂണിയൻ വന്നിട്ട് എന്ത് ചെയ്യും? പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോ കമ്പനി ആ യൂണിയന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് നിർബന്ധിതരാണ്. അപ്പോ ഈ ഒരു അവിടെ എംപ്ലോയി എന്നാണ് കേട്ടോ, എംപ്ലോയർ എന്നല്ല, എംപ്ലോയി എന്നാണ്. യൂണിയൻ ആൻഡ് എംപ്ലോയി. ഓക്കെ, എംപ്ലോയർ എന്ന് പറഞ്ഞ തൊഴിലുടമയും എംപ്ലോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എംപ്ലോയീസും അതുപോലെ യൂണിയൻ തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം നിലനിർത്തിയാല് അവർക്ക് പല കാര്യങ്ങളും കിട്ടുന്നതാണ്. വേജസ് കിട്ടും, ബെനിഫിറ്റ്സ് കിട്ടും, അതുപോലെ തന്നെ ജോലി സമയം കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. വർക്കിംഗ് കണ്ടീഷൻ മോശമാണെങ്കിൽ അത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങളെ കണ്ടിട്ടുള്ള പല പല മൂവീസിലൊക്കെ ഉണ്ട്, യൂണിയനുമായിട്ട് ചേർന്നിട്ട് തൊഴിലാളികളുടെ പല പ്രശ്നങ്ങളും എന്ത് ചെയ്യാറുണ്ട്. എല്ലാവർക്കും യൂണിയൻ ഉണ്ട് കേട്ടോ, യൂണിയൻസ് എല്ലാ മേഖലകളിലും ഉണ്ട്. ആ യൂണിയനുമായിട്ട് ചേർന്നിട്ടാണ് എന്ത് ചെയ്യുക, പല പല പ്രശ്നങ്ങള് പരിഹരിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി പറയണ്ടല്ലോ. അടുത്ത പറഞ്ഞോട്ടെ. അടുത്തത് പേഴ്സണൽ പോളിസി ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ സ്റ്റാഫിംഗ് പ്രോസസ് ഇമ്പോർട്ടന്റ് ആണ്. മാൻ പവർ പ്ലാനിങ്, ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഒരു സാധനം മനസ്സിലായി കഴിഞ്ഞാൽ അത് പഠിക്കാം കേട്ടോ. എന്റെ ഒരു ഞാൻ അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. നമുക്കൊരു സാധനം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് പഠിക്കാൻ നോക്കുക. എല്ലാത്തിനെ കുറിച്ച് അറിവുണ്ടായിരിക്കുന്നത് നല്ലതല്ല. ആരെങ്കിലും ഒരാൾ വന്ന് ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ആൻസർ പറയാനായിട്ട് പറ്റണം, അല്ലെ? അത് നിങ്ങൾ പഠിച്ചതിന്റെ ഒരു കഴിവായിട്ടാണ് അവിടെ വിലയിരുത്തപ്പെടുക. എല്ലാം പഠിക്കാം. ഓക്കെ, എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു കാര്യം ഒരാൾ വന്ന് നമ്മളോട് ചോദിച്ചു, അത് നമ്മൾ മറ്റുള്ളവരോട് ചോദിക്കാനായിട്ട് ഇടവരരുത്. കാരണം നിങ്ങൾ പഠിച്ച കാര്യമാണെങ്കിൽ നിങ്ങൾക്കത് പറയാനായിട്ട് പറ്റണം കേട്ടോ. അല്ലാണ്ട് ഇന്ന ഭാഗം ഇമ്പോർട്ടന്റ്, അത് ഇമ്പോർട്ടന്റ്, അതല്ല. എല്ലാം പഠിക്കാനായിട്ട് നോക്കുക കേട്ടോ. പിന്നെ അടുത്തത് പേഴ്സണൽ പോളിസി കേട്ടോ. A personal policy is a pre-planned course of action that establishes a guide to work toward acceptable outcomes and objectives. Personal policies are the rules that control how to deal with a human resources or personal related situation. So personal policy എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ഒരു ഓർഗനൈസേഷൻ അതിന്റെ ലക്ഷ്യങ്ങളിലേക്കും അതിന്റെ റിസൾട്ടിലേക്കും എത്തുന്നതിന് വേണ്ടി മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനമാണ് പേഴ്സണൽ പോളിസി. ഒരു ഓർഗനൈസേഷന് അതിന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ സക്സസിന് വേണ്ടിയിട്ട്, നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനത്തെ നമുക്ക് എന്ത് വിളിക്കാം? പേഴ്സണൽ പോളിസി എന്ന് വിളിക്കാം. മനുഷ്യ വിഭവശേഷി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ് പേഴ്സണൽ പോളിസിയിലുള്ളത്. ഹ്യൂമൻ റിസോഴ്സസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ രീതി എങ്ങനെയാണ്, മനുഷ്യവിഭവശേഷി എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ള നിയമങ്ങൾ എന്തിലുണ്ട്? പേഴ്സണൽ പോളിസിയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ദ ഫോളോവിങ് അഡ്വാൻറ്റേജസ് ആർ അച്ചീവ്ഡ് ബൈ സെറ്റിംഗ് ഓഫ് പേഴ്സണൽ പോളിസീസ്. പേഴ്സണൽ പോളിസീസ് ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ ചില അഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജസ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ, they help managers at different levels of decision making to take decisions without consulting their superiors. അതായത് ഈ ഒരു പേഴ്സണൽ പോളിസി ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ, അതായത് പേഴ്സണൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേഴ്സണൽ മാനേജേഴ്സ് കാര്യങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യണ്ട? സുപ്പീരിയറോട് ചോദിക്കേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല. അവർക്ക് സുപ്പീരിയറുടെ അംഗീകാരം അവിടെ ആവശ്യമില്ല. അവരോട് ചോദിക്കാതെ തന്നെ എന്ത് ചെയ്യാം? ഡിസിഷൻസ് അവിടെ എടുക്കാവുന്നതാണ്. അതാണ് ഫസ്റ്റ് അഡ്വാൻറ്റേജ്. ഓക്കെ, സുപ്പീരിയറോട് എന്ത് ചെയ്യണ്ട? ചോദിക്കേണ്ട. അത്രമാത്രം മനസ്സിലാക്കുക.
Then രണ്ടാമത്തെ point, they ensure long-term welfare of employees and makes for a good employer-employee relationship as favoritism and discrimination are lessened. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് എംപ്ലോയീസിന് വെൽഫെയർ എൻഷുർ ചെയ്തു, ക്ഷേമം, അതായത് എംപ്ലോയീസിന്റെ ക്ഷേമം ഉറപ്പുവരുത്തുന്നു. ഇതിലൂടെ ഡിസ്ക്രിമിനേഷൻ കുറയ്ക്കുന്നു. തൊഴിലുടമയും എംപ്ലോയീസും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നു. ഒരു സ്ഥാപനത്തിന്റെ പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിൽ എന്താണ് രണ്ടാമത്തെ പോയിന്റ്, അതായത് എംപ്ലോയീസിന്റെ വെൽഫെയർ അവിടെ എൻഷുർ ചെയ്യുന്നു, ഡിസ്ക്രിമിനേഷൻ കുറയുന്നു, തൊഴിലുടമയും എംപ്ലോയീസും തമ്മിൽ എന്താണ് ഉള്ള ബന്ധം വർദ്ധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? പേഴ്സണൽ പോളിസി. ദെൻ പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റിന്റെ സുരക്ഷ, അതായത് ജോലിയിൽ സുരക്ഷ ഉണ്ടാവും. ഓക്കെ, ജോലിക്കാർക്ക് അല്ലെങ്കിൽ ജോലിയിൽ എന്തുണ്ടാവുന്നു, സുരക്ഷ തരുന്നു. ദെൻ പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, ഫെയർ എന്നാണ് കേട്ടോ അവിടെ ഉദ്ദേശിക്കുന്നത്, അതായത് ന്യായമായിട്ടുള്ള വേജസ് കിട്ടുന്നു. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ, സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറഞ്ഞാല് ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, അതായത് നല്ലൊരു എൻവയൺമെന്റ്, ജോലി ചെയ്യാനുള്ള ഒരു എൻവയൺമെന്റ് പ്രദാനം ചെയ്യുന്നു. ദെൻ ട്രെയിനിങ് ഓഫ് എവരി വൺ, എല്ലാവരെയും ട്രെയിൻ ചെയ്യിക്കുന്നു. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് മനുഷ്യ വിഭവശേഷി മാക്സിമം യൂസ് ചെയ്യിപ്പിക്കുന്നു. മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കുന്നുണ്ട്, അവരുടെ മാക്സിമം എഫേർട്ട് എടുപ്പിക്കുന്നു. അതുപോലെ തന്നെ റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യുന്നു കേട്ടോ. ഒന്നാമത്തെ എന്താണ്, സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, അതായത് എംപ്ലോയ്മെന്റിനും, അതായത് ജോലിക്കും അതുപോലെ തന്നെ അവിടെ ജോലി എടുക്കുന്ന ആളുകൾക്കും സെക്യൂരിറ്റി കൊടുക്കുന്നു. അതുപോലെ തന്നെ ന്യായമായിട്ടുള്ള പ്രതിഫലം കൊടുക്കുന്നു. ഗുഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നു. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുന്നു. ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം യൂസ് ചെയ്യുന്നു. ഹ്യൂമൻ ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യും. നമുക്ക് അടുത്തത് നോക്കാം. പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ, അതും കൂടി ഒന്ന് നോക്കാം. പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ പോളിസിയുടെ പ്രിൻസിപ്പിൾസ് വരുന്നത് ട്രെയിൻ എവറി വൺ ഫോർ ദ ജോബ് ടു ബി ഡൺ, എല്ലാവരെയും ജോലി ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കുക, ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുക. ദെൻ രണ്ടാമത്തെ പോയിന്റ്, പുട്ട് ദ റൈറ്റ്, വ്യക്തിയെ ശരിയായ സ്ഥലത്ത് അപ്പോയിന്റ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ്, സപ്ലൈ ദ റൈറ്റ് ടൂൾസ് ആൻഡ് ദ റൈറ്റ് കണ്ടീഷൻ ഓഫ് വർക്ക്, ജീവനക്കാർക്ക് ആവശ്യമായിട്ടുള്ള, അതായത് തൊഴിലിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ സപ്ലൈ ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള വർക്കിംഗ് എൻവയൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക. നാലാമത്തെ പോയിന്റ്, മേക്ക് ദ ഓർഗനൈസേഷൻ എ കോർഡിനേറ്റഡ് ടീം ത്രൂ എ പ്രോപ്പർ കോർഡിനേറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് ഡിവിഷൻസ്, അതായത് വിവിധ വകുപ്പുകളുടെ ഏകീകരണത്തിലൂടെ ഓർഗനൈസേഷനെ ഒരു മികച്ച ടീം ആക്കി മാറ്റുക. പല വകുപ്പുകൾ എന്ത് ചെയ്യും, പല ഡിപ്പാർട്ട്മെന്റ്സും കോർഡിനേറ്റ് ചെയ്താൽ എന്ത് പറ്റും, നല്ലൊരു ടീം വർക്ക് ആയിട്ട് അവിടെ മാറും അല്ലെ, അതാണ് അവിടെ പറയുന്നത്. ദെൻ പ്രൊവൈഡ് സെക്യൂരിറ്റി വിത്ത് ഓപ്പർച്യൂണിറ്റി, ഇൻസെന്റീവ്, റെക്കഗ്നീഷൻ, അതുപോലെ തന്നെ സെക്യൂരിറ്റി സുരക്ഷയോടൊപ്പം തന്നെ അവസരങ്ങൾ നൽകുക ജോലിക്കാർക്ക്, ഇൻസെന്റീവ് കൊടുക്കുക, അംഗീകാരം, റെക്കഗ്നീഷൻ കൊടുക്കുക. Then last point, look ahead, plan ahead for more and better things. മുന്നോട്ട് പോകുക അല്ലെങ്കിൽ മുന്നോട്ട് നോക്കുക നമ്മൾ പറയും, അതായത് മികച്ച കാര്യങ്ങൾക്കായിട്ട് നല്ല ആസൂത്രണം ചെയ്യുക. ഇത്രയുമാണ് പ്രിൻസിപ്പിൾസ് വരുന്നത് കേട്ടോ. എല്ലാവരെയും ജോലി ചെയ്യാനായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കുക, ശരിയായ വ്യക്തിയെ ശരിയായ സ്ഥാനത്തിരുത്തുക, ആവശ്യത്തിന്, അതായത് ജോലി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊടുക്കുക, അതിനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുക, അതുപോലെ തന്നെ വിവിധ വകുപ്പുകളുടെ ഏകീകരണം കൊണ്ട് മികച്ച ടീമായിട്ട് പ്രവർത്തിപ്പിക്കുക, അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റി നൽകുക, ഇൻസെന്റീവ്, അംഗീകാരം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നൽകുക, മുന്നോട്ട് പോവുക, നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മികച്ച കാര്യങ്ങൾക്കായിട്ട് ആസൂത്രണം ചെയ്യുക. ഇത്രയും വരെ ഇന്ന് എടുക്കുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ മൈക്ക് ഓൺ ചെയ്യാം.
ഒരു ഡൗട്ടും ഇല്ലേ? മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏതാണ് 4th പോയിന്റ്? ഏതിലാണ്? പ്രിൻസിപ്പിൾസിലാണോ? Make the organization a coordinate team through a proper coordinate and administration of various department and divisions. ഹോസ്പിറ്റലിലെ വിവിധ വകുപ്പുകളെ ഏകീകരിക്കുന്നതിലൂടെ ഓർഗനൈസേഷനെ ഒരു മികച്ച ടീം വർക്ക് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു ടീമാക്കി നിലനിർത്തുക. അതായത് പല ഓർഗനൈസേഷന്റെ കോർഡിനേഷൻ മൂലം എന്തുണ്ടാവും? നല്ലൊരു ടീം വർക്ക് ഉണ്ടാവും. അത് ചെയ്യാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പല പല ഡിപ്പാർട്ട്മെന്റുകളെയും ഒരുമിച്ച് നിർത്തിയിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക. എന്തെങ്കിലും നോക്കിട്ട് ഒന്ന് വായിച്ച് നോക്കിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഡൗട്ട് ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു കേട്ടോ. വൈൻഡപ്പ് ചെയ്യാം. നന്നായിട്ട് വായിക്കാം. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you,